ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ച് ഈ വീഡിയോ ഓർക്കുമ്പോ തന്നെ ചെറിയ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. എന്താ ചെയ്യാ? ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. അവിശ്വാസമുണ്ടെങ്കിലേ ലീഗുള്ളൂ. 5 വക്ത നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. ഈ ലീഗ് പാർട്ടിയിൽ നിന്നുകൊണ്ട് പാലം വലിച്ചാൽ, പാര വെച്ചാൽ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടി ഉപയോഗപ്പെടുത്തിയാൽ പടച്ചറപ്പ് പൊറുക്കില്ലെന്ന ഓർമ്മയോടുകൂടി മാത്രമാണ് ലീഗിന്റെ പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കേണ്ടത്. പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണക്കാർ ഉമ്മമാരാണോ എന്ന സംശയമില്ലാതില്ല. കിറ്റ് തന്നപ്പോ പൊട്ടിയ ശർക്കരയുടെ മൂല അളന്നിട്ട് വോട്ട് മറിച്ച നെറികെട്ട ഉമ്മമാർ നിങ്ങളെ വീട്ടിലുണ്ടാവാ. പ്രസിഡന്റ് ആകാൻ ആഗ്രഹം എനിക്കുണ്ട്. നാളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് പറയാൻ ഉദവിയെ രാജ്യസഭ MP ആക്കാം. ഞാൻ വേണ്ടെന്ന് പറയില്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന. നാളെ ആഗ്രഹങ്ങളും സ്ഥാനമാനങ്ങൾ കൊണ്ടുവന്നാൽ എല്ലാവരും സ്വീകരിക്കും. പക്ഷേ സ്ഥാനമാനങ്ങൾ കയ്യിൽ കിട്ടാതെ വരുന്ന നേരം പാർട്ടിയുടെ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങളുടെയും ബാപ്പ തറവാട്ട് സ്വത്തായിട്ട് തന്നതല്ല മുസ്ലിം ലീഗ് എന്ന ഓർമ്മയോട് കൂടിയായിരിക്കണം പാർട്ടിയുടെ കൂടെ. ഇയാളൊരു ഹുദവിയാണ്. ഈ ഹുദവികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളെ നാട്ടില് ഇൽമ പഠിപ്പിക്കാനുള്ള ആളുകളാണ് ഹുദവികളത്. നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദ് മമ്പറം തങ്ങളാപ്പ, ഈ മമ്പറത്ത് നിന്നില്ലേ ഏതാണ്ട് വരുമാനങ്ങളൊക്കെ പോണത് ഈ ഹുദവി കോളേജിക്കാണ്. ഈ മമ്പറത്ത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും നീർച്ചയുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് കിട്ടുന്ന ചെലവ് ഭക്ഷണം കഴിച്ചുകാണ്ട് ആണ് ഈ ഹുദവി ഈ പറഞ്ഞു നടക്കുന്നത്. ഹുദവിന്റെ തലയിൽ വെച്ചത് തൊപ്പിന്നല്ലേ, അതല്ലാതെ വെള്ളപ്പം ഇങ്ങനെ കൗത്തിയൊന്നല്ലല്ലോ. ഒരു അന്തല്ലാത്ത വർത്താനം പറയാന്ന് പറഞ്ഞാൽ എന്ത് വിവരക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഭക്ഷണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ ഇൽമ പഠിപ്പിക്കാനാ, അല്ലാതെ ഇവിടെ ലീഗും രാഷ്ട്രീയം ഉണ്ടാക്കാനല്ല. ഇതാണോ നിങ്ങളെ കോളേജിൽ പഠിപ്പിച്ചത്? ഇവിടെ കക്കാനും കുതുകാലും വെട്ടാനും കൊല്ലാനും നടക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആളുണ്ടായി കൊടുക്കല ഉദവികളെ പണി. തിരിച്ചനെ പറഞ്ഞ MP ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ഉസ്താദിൽ നിന്നും കിട്ടുന്ന ഇൽമ ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു ഉമ്മമാര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പമാര് ഏതെങ്കിലും ഒരു മക്കളെ ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പാവപ്പെട്ട ഉമ്മമാരെ വാങ്ങിയിട്ട് ഓ സ്റ്റേജിൽ കയറി പറയാണ് നെറികെട്ട ഉമ്മമാര് ലീഗിന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അന്നെപ്പോലെ കുറച്ച് ആളുകളുണ്ട് വെറും ഈ സ്വർഗവും നരകവും ഇവിടെല്ല മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ തലയിൽ തൊപ്പിയിട്ട് മൂലയാണെന്നതിന് വെറും കപട നാടകം കളിക്കുന്ന കുറച്ച് മൂല്യമാരുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല എന്താണെന്നറിയോ? നിങ്ങൾക്കൊന്നും ഒരിക്കലും ഇപ്പണി ചേരില്ല. നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനോട് മാപ്പ് വയ്ക്കുക. ഞങ്ങൾ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ആരെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടിരണം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ പച്ച മലയാളത്തിൽ മാപ്പ് ചോദിച്ച് പല പാർട്ടിയിലും പ്രവർത്തിക്കുക. ഇവരിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? അവരാ നിസ്കാരം, അവരെ നോമ്പ്, അവരെ സുന്നത്തുകള്, അവരാ പള്ളി, അവരെ ലോകം ആ പള്ളി നിസ്കാരം നോമ്പാണ്. അതല്ല 2 തോണി കാലിട്ട് കാണ്ട് ഇത് രാഷ്ട്രീയം ഉണ്ടാക്കാൻ നടക്കല്ലേ. എന്നിട്ട് മുസ്ലിം ലീഗിനെ വഞ്ചിച്ചാ നേരെ പടച്ച ശിക്ഷിക്കുമ്പോഴോ എവിടെ ചെങ്ങായി കിതാബിലെ പറഞ്ഞേ ഇതൊന്നും പറഞ്ഞ ഇതൊരു പഠിച്ച മനസ്സിലാണല്ലോ. അള്ളാൻ റസൂലിന്റെ സുന്നത്തായ തൊപ്പിയിട്ട് സ്റ്റേജിന്മ കയറി അള്ളാൻ റസൂൽ ഏറ്റവും വെറുക്കപ്പെട്ട പലിശ വാങ്ങുന്ന, അള്ളാൻ റസൂൽ ഏറ്റവും വെറുക്കപ്പെട്ട ഈബത്ത് നമീമത്ത് പറയണേ, അള്ളാൻ റസൂൽ ഏറ്റവും വെറുക്കപ്പെട്ട അഴിമതി നടത്തുന്ന, അള്ളാൻ റസൂൽ ഏറ്റവും വെറുക്കപ്പെട്ട വഖഫ് ബോർഡിന്റെ ഭൂമി കട്ടെടുത്ത് ഈ രാജ്യത്ത് എന്തെല്ലാം മോശത്തരണ്ടോ അത് മുഴുവൻ കാട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇത് അതിനെ സുന്നത്താക്കി സംസാരിക്കല്ലേ. എല്ലാ നാട്ടിലും ഉസ്താമാരുണ്ട്. എന്റെ നാട്ടിൽ കണ്ടമാനം ഉസ്താമാരുടെ നാട് എന്റെ നാട്. അവിടെ പുറത്തുനിന്ന് ഉസ്താമാരുടെ പള്ളിയിൽ വന്ന് ജോലി ചെയ്യണുണ്ട്. എന്റെ നാട്ടിലത്തെ കുറെ ഉസ്താമാർ പുറത്തും ജോലി ചെയ്യും. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റേജിന്മേ ഒരു കയറി ഇതേപോലെ പച്ചക്ക് രാഷ്ട്രീയം പറയണത് ഞാൻ കണ്ടിട്ടില്ല.